ആഗ്രഹങ്ങളുടെ അനന്തരഫലം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്തു തിരഞ്ഞെടുക്കും? മിക്ക ആളുകളും തിരഞ്ഞെടുക്കുന്നത് പണമായിരിക്കും, അല്ലേ? മിസ്റ്റർ വൈറ്റിൻ്റെ കുടുംബവും ആഗ്രഹിച്ചത് അതുതന്നെയായിരുന്നു. എന്നാൽ നമ്മൾ പ്രയത്നിക്കാതെ എന്തു തന്നെ ആഗ്രഹിച്ചാലും അതിനൊരു അനന്തരഫലമുണ്ടാകും. അതുതന്നെയാണ് വൈറ്റിനും സംഭവിച്ചത്. ആ കഥയാണ് വില്യം വൈമാർ ജേക്കബ്സിൻ്റെ പ്രശസ്ത കൃതിയായ ദ മങ്കീസ് പോ പറയുന്നത്. നിരവധി നാടകങ്ങൾക്കും ടെലിവിഷൻ പരമ്പരകൾക്കും സിനിമകൾക്കും വിഷയമായ കൃതിയാണ് ദ മങ്കീസ് പോ. ആ കഥയാണിത്. മിസ്റ്റർ വൈറ്റ് താഴേക്കിറങ്ങി. സ്വീകരണ മുറിയിലെ അലമാരയിൽ അതാ വെച്ചെടുത്ത് തന്നെ ആ ശപിക്കപ്പെട്ട കൈപ്പത്തി. വെറും 200 പവന് വേണ്ടി സ്വന്തം മകനെ കൊലയ്ക്ക് കൊടുക്കാൻ കാരണമായ കൈപ്പത്തി. അതന്നു തന്നെ നശിപ്പിക്കണമായിരുന്നു. കൈപ്പത്തി ഒരു ഭീകര സത്വമായി രൂപം മാറുന്നതായി മിസ്റ്റർ വൈറ്റിന് തോന്നി. ഓ, ശപിക്കപ്പെട്ട സാധനം കിട്ടിയില്ലേ അതിതുവരെ? ഇത് അവൾക്ക് നൽകിയാൽ ആഴ്ചയ്ക്ക് മുമ്പ് മരണപ്പെട്ട മകൻ മടങ്ങി വരാൻ അവൾ ആഗ്രഹിക്കുമെന്നത് തീർച്ചയാണ്. ചീഞ്ഞൊഴുകിയ ശരീരവുമായി മടങ്ങി വരുന്ന മകൻ. ദൈവമേ, എന്നെ എങ്ങോട്ടെങ്കിലും അപ്രത്യക്ഷമാക്കൂ. കൈപ്പത്തി ഇവിടെ ഇല്ല എന്ന് നുണ പറഞ്ഞാലോ? വേണ്ട, ഈ നിമിഷം വരെ ഞാൻ അവളോട് കള്ളം പറഞ്ഞിട്ടില്ല. ഇതിനു വേണ്ടി നുണ പറയുന്നത് ദൈവത്തിന് നിരക്കാത്തതാവില്ലേ? ശപിക്കപ്പെട്ട ഒരു വസ്തുവായി തന്നെ തുറച്ചു നോക്കുന്നതായാണ് മിസ്റ്റർ വൈറ്റിന് അത് കണ്ടപ്പോൾ തോന്നിയത്. എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിച്ച വൃത്തികെട്ട സാധനം. മിസ്റ്റർ വൈറ്റ് കൈപ്പത്തിയുമായി മുകളിലത്തെ നിലയിലെത്തി. കിട്ടിയോ? എവിടെ അത്? ഇതാ. അത് വലത് കയ്യിൽ പിടിച്ച ആഗ്രഹം ഉരുവിടൂ. ഇത് തെറ്റാണ്. ദൈവത്തിന് നിരക്കാത്തതാണ്. എൻ്റെ ആഗ്രഹം പറയാനാണ് പറഞ്ഞത്, ആഗ്രഹിക്കാൻ. ദൈവമേ, ഇവൾക്കിത് എന്തു പറ്റി? ഒരു പിശാചിനെ പോലെ. ഉറങ്ങന്റെ കൈപ്പത്തി വലതു കൈയിൽ അമർത്തിപ്പിടിച്ച് നിറ കണ്ണുകളോടെ മിസ്റ്റർ വൈറ്റ് മൃദുവായി പറഞ്ഞു. എൻ്റെ മകൻ ഹെർബർട്ടിന് ജീവൻ തിരിച്ചു കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മേ, എനിക്ക് വയ്യ. എൻ്റെ മോൻ ഇപ്പോൾ വരും. മിസ്സിസ് വൈറ്റ് വാതിലിനടുത്തേക്ക് ഒരു ഭ്രാന്തിയെ പോലെ നടന്നു. നീ എങ്ങോട്ട് പോകുന്നു ഈ നട്ടപ്പാതിരയ്ക്ക്? എൻ്റെ മോനെ സ്വീകരിക്കാൻ. അവൻ വരുന്നുണ്ടാകും. നേരം കുറെ കഴിഞ്ഞിരിക്കുന്നല്ലോ. ഇത്തവണ കൈപ്പത്തി പരാജയപ്പെട്ടിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിനക്ക് സ്തുതി. മെഴുകുതിരി അണയാൻ പോകുന്നു. ഈ നിഴലുകൾ എന്നെ ഭയപ്പെടുത്തുന്നല്ലോ. തീപ്പെട്ടിക്കോലുരച്ചുകൊണ്ട് മിസ്റ്റർ വൈറ്റ് കിടപ്പറയിലെത്തി കിടക്കയിലേക്ക് ചരിഞ്ഞു. അവളെവിടെ? എന്താണ് ഉറങ്ങാൻ വരാത്തത്? അവൻ വന്നില്ലല്ലോ. ഒരക്ഷരവും ഉരിയാടാതെ മിസ്സിസ് വൈറ്റ് കിടക്കയിൽ വന്നു കിടന്നു. ദൈവമേ, ഇത്തവണ നീ കാത്തു. ഈ എലിപ്പറ്റത്തിൻ്റെ ശല്യം കാരണം ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ. മെഴുകുതിരി കത്തിച്ചാലേ താഴെ എത്താനും സാധിക്കൂ. മുൻവാതിലിൽ ആരോ മുട്ടുന്നുണ്ടോ? ഓ, അത് പഴന്തീനി വവ്വാലുകളായിരുന്നോ? മുറ്റത്തെ മൾബറിച്ചെടിയിൽ കടവാതിലുകൾ ബഹളമുണ്ടാക്കാറുണ്ട്. ശരിയാ. അത് വെറുമൊരു ശബ്ദമല്ലല്ലോ. അർത്ഥഗർഭമായ മുട്ട്. ആ മുട്ട് എനിക്ക് സുപരിചിതമാണല്ലോ. വാതിലിൽ മുട്ട് തുടരുകയാണ്. കൈപ്പത്തി രണ്ടാമത്തെ ആഗ്രഹം നിറവേറ്റുകയാണ്. ഇത് അവൻ തന്നെ.